എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷ പണ്ഡിതനും അഘോരി സന്യാസിയുമായ അഘോരി ബാവയുടെ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവചനം, അത് നിങ്ങൾക്കായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സന്താനങ്ങൾ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുടുംബം പച്ച പിടിച്ചു തുടങ്ങുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ലഭിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും മുമ്പ്, പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച്. ഇവരുടെ പ്രതീക്ഷകൾക്കൊത്ത് സന്താനങ്ങൾ ഉയരുന്ന ഒരു കാഴ്ചയാണ് ജൂലൈ മാസത്തിൽ കാണുന്നത്. സന്താനങ്ങളെ കൊണ്ട് കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളും നല്ല സന്തോഷ വാർത്തകളും ഒക്കെ ജൂലൈ മാസത്തിൽ മേടക്കൂറുകാർക്ക് ലഭിക്കും. ശത്രുക്കളുടെ മനോഭാവം മാറി അനുകൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ കൂടി ഉടലെടുക്കും. കാര്യതടസ്സങ്ങൾ അതിജീവിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ചില സാഹചര്യങ്ങളിൽ ശരീരക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മക്കളുടെ വിവാഹം ഉറപ്പിക്കുന്നത് നല്ല സന്തോഷം നൽകുന്ന ഒരു സാഹചര്യം കൂടി ഇവർക്കുണ്ടാകും. ധനലാഭങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല നല്ല അവസരങ്ങൾ ലഭിക്കും. സ്ഥാനക്കയറ്റം മൂലം അഭിവൃദ്ധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ശ്വാസതടസ്സം, കഫക്കെട്ട് ഇവ സൂക്ഷിക്കണം. ഭൂമിയുടെയും മറ്റും കച്ചവടം പ്രതീക്ഷയ്ക്കൊത്ത് നടക്കും. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ നെയ്പായസം നിവേദ്യം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്ന് നോക്കാം. ഇവരുടെ സന്താനങ്ങളുടെ വഴിവിട്ട ജീവിതം, അതിൽ നിന്നൊരു പിന്തിരിയൽ സന്താനങ്ങൾക്കുണ്ടാകുന്നത് മാതാപിതാക്കൾക്കൊരു ആശ്വാസം നൽകുന്നതാണ്. പിന്തിരിഞ്ഞെത്തുന്ന സന്താനങ്ങൾ ഇനി ഉയരങ്ങൾ കീഴടക്കുന്നൊരു കാഴ്ച കൂടി ഇടവക്കൂറുകാർക്ക് കാണാൻ സാധിക്കും. അകന്നു നിൽക്കുന്ന ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധത്തിലാകാൻ സാഹചര്യങ്ങൾ ഒരുങ്ങും. വായുക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ധനനാശം ഇവരെ ഇനി ബുദ്ധിമുട്ടിക്കില്ല. ഇനി സാമ്പത്തിക നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. അലച്ചിലുകളും കഷ്ടതകളും കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അവിചാരിതമായ ചില ധനാഗമങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനചലനങ്ങൾ ഉണ്ടാകും. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലവിധ സന്തോഷ അനുഭവങ്ങളും മാറിയും തിരിഞ്ഞും വരാൻ ഇവർക്ക് യോഗം കൂടുതലാണ്. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മിഥുനക്കൂറിലെ മകയിരം 3, 4 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ശരീരക്ലേശങ്ങൾ മൂലം ചികിത്സയിൽ കഴിയുന്ന മാതാപിതാക്കളെ സന്താനങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കും. ഇവർക്ക് വഴിയാത്രകൾ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരും. വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്നൊരു സമയമാണ് ജൂലൈ മാസം. അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് സ്വസ്ഥതയോടുകൂടി പ്രവർത്തിക്കാനാകും. ധന അഭിവൃദ്ധി ഉണ്ടാകും. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ സന്തോഷം നേടിയെടുക്കും. കഠിനമായ ദുഃഖ അനുഭവങ്ങളെ അതിജീവിക്കും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സാധിക്കും. യാത്രക്കിടയിലെ വൈഷമ്യങ്ങൾ അതിജീവിക്കും. ഇഷ്ടപ്പെട്ട അന്നപാന സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം.
വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും. തൊഴിൽ രംഗം വലിയ കുഴപ്പം കൂടാതെ കടന്നുപോകും. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കർക്കിടകക്കൂറിലെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ നക്ഷത്ര ജാതകരുടെ സന്താനങ്ങൾക്കൊരു വിദേശ തൊഴിൽ ഭാഗ്യവും അവരുടെ സന്താനങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജനനവും ഭവനത്തിൽ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ സന്താനങ്ങളുടെയും കർമ്മരംഗം മെച്ചപ്പെടാനുള്ള യോഗം വരും. അപ്രതീക്ഷിത ചിലവുകൾക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ഉണ്ടാകും. അലസതകൾ കുറഞ്ഞു തുടങ്ങും. പ്രാർത്ഥനകൾക്ക് ഫലം വർദ്ധിക്കും. പല പ്രകാരത്തിലുള്ള ധനാഗമങ്ങൾക്ക് ഇടയുണ്ട്. വാതരോഗ അരിഷ്ടിതകൾ കുറഞ്ഞു തുടങ്ങും. വളരെ കാലമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ സാധിക്കും. ഉപാസനകൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കണം. വളരെ അടുത്ത ബന്ധുക്കളുമായിട്ട് അകന്നു കഴിയുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. വാക്കുദോഷം മൂലം അധികാരസ്ഥാനത്തുള്ളവരുടെ അപ്രീതി വരാതെ സൂക്ഷിക്കുക. ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാതിരിക്കുക. ദോഷനിവാരണത്തിന് ഗണപതിക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കണം. ഇനി ചിങ്ങം രാശിയിൽ പിറന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നും അവരുടെ സന്താനങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ നേട്ടങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം. ചിങ്ങമാസത്തിൽ പിറന്ന നക്ഷത്ര ജാതകരാണ് മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവർ. ഈ നക്ഷത്രക്കാർക്കും ഇവരുടെ സന്താനങ്ങൾക്കും നല്ല നല്ല അവസരങ്ങൾ ജൂലൈ മാസത്തിൽ ഉണ്ടാകും. ധനാഗമങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ചിലവുകൾ അധികരിക്കാതിരിക്കാൻ ശ്രമിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് കാരണമാകും. സ്ഥാനക്കയറ്റം ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ഇവരുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നൊരു മാസമാണ് ജൂലൈ മാസം. പ്രാർത്ഥനകൾക്കും ഫലം കാണും. ഭാഗ്യ അനുഭവങ്ങൾ ഇരട്ടിച്ചു തുടങ്ങും. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. മനസ്സന്തോഷം ലഭിച്ചു തുടങ്ങും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. വീടുപണി തടസ്സം കൂടാതെ മുന്നോട്ടു പോകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ സാധ്യതകൾ ലഭിക്കും. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങൾ അതിജീവിക്കും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റങ്ങൾക്ക് ഇടയുണ്ട്. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ശാന്തി ദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇതേ നക്ഷത്രത്തിൽ പിറന്ന സന്താനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കളാണെങ്കിൽ എല്ലാ രംഗങ്ങളിലും ജൂലൈ മാസം വിജയം പ്രതീക്ഷിക്കാം. കർമ്മങ്ങളെല്ലാം സഫലമാകും. നല്ല വാക്ചാതുര്യം കൊണ്ട് കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. എല്ലാ കാലങ്ങളും നിശ്ചയദാർഢ്യത്തോടും സമർത്ഥമായിട്ടും മുന്നോട്ടു പോകാൻ അവസരങ്ങൾ ഉണ്ടാകും. കലഹവാസനയ്ക്ക് അറുതി വരും. അതുപോലെ തന്നെ അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും. ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവാക്കാതിരിക്കുക. ഭക്ഷണത്തിൽ എരിവ്, പുളി എന്നീ രസങ്ങൾ ഈ സമയത്ത് കുറയ്ക്കണം. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും. വാദം, കാലുകൾക്ക് ബലം കിട്ടാതെ വരിക, തലവേദന ഇവയും ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിലുകൾ തുടങ്ങാൻ നല്ല സന്ദർഭമാണ്. ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ വരും. ഇവർ ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തുലാക്കൂറിൽ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. മനസ്വസ്ഥത വർദ്ധിക്കും. പലവിധ ആപത്തുകളും വിട്ടൊഴിയും. മുൻകാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഉദരബന്ധിയായ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമാണ്. ധനലാഭ ഐശ്വര്യങ്ങൾ ഇവർക്കുണ്ടാകും. തൊഴിൽ സ്ഥലത്തെ കലഹങ്ങൾ ശ്രദ്ധിക്കണം. ബന്ധനാവസ്ഥയ്ക്ക് യുക്തമായ ചികിത്സ വേണ്ടിവരും. കാൽനട യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം.
ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനും കഴിവതും ശ്രമിക്കുക. ദോഷനിവാരണത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ തുലാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക.